ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇൻക്രിമെൻറ്റ് എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഇൻക്രീസ് അല്ലേ? ഇൻക്രീസിങ് വാല്യൂ, ഒരു പർട്ടിക്കുലർ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ ഇൻക്രിമെൻറ്റ് എന്ന് പറയും. ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാലോ ഡിക്രീസിങ് ദ വാല്യൂ. അപ്പോൾ ഒരു വേരിയബിൾ, ആ വേരിയബിളിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രീസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഇപ്പോൾ എൻ്റെ വേരിയബിൾ എക്സ്, ഇൻറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ആ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 10 ആണ്. എനിക്കത് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്രയാകും? എക്സിൻ്റെ വാല്യൂ 11 ആകും അല്ലേ? ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 11 ആകും. ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാലോ 10 ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 9 ആകും. അപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്യണം, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 എന്ന് എഴുതിയാൽ പോരെ? മതി. പക്ഷേ ഈ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ സിസ്റ്റത്തിന് കുറച്ചും കൂടെ ഈസി ടു എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അതിന് പല ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഈ ഓപ്പറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻറ്റ് എക്സ് എന്ന് പറയുന്നതിന് ഞാൻ 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എഴുതുക? പ്ലസ് എക്സ്, അത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. അതുപോലെ എക്സ് പ്ലസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അല്ലേ? അപ്പോൾ പ്ലസ് എക്സ് എന്നോ അല്ലെങ്കിൽ എക്സ് പ്ലസ് എന്നോ ഇട്ടാൽ അതെന്താണ്? ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. ഇനി ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് എക്സ് അല്ലെങ്കിൽ എക്സ് മൈനസ്. ഇതെങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രോഗ്രാമിനകത്ത് ഞാൻ #include stdio.h അതൊന്നും പറയണ്ടല്ലോ. ഇൻറ്റ് ഐ ഈക്വൽ ടു 1, ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ വാല്യൂ എത്രയാണ് സെറ്റ് ചെയ്തത്? 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി അതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്? printf %di പ്ലസ് എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുവാണ്? printf %di ഐയുടെ വാല്യൂ ഒന്ന് ഡിസ്പ്ലേ ചെയ്യിച്ച് നോക്കി. അപ്പോൾ എന്ത് കിട്ടും നമുക്കെന്നുള്ളത് നിങ്ങൾ ഔട്ട്പുട്ട് ചെയ്ത് എനിക്ക് പറയണം, നിങ്ങളുടെ നോട്ടിൽ എഴുതണം. ഓക്കെ, അതുപോലെ തന്നെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും ഐ ഈസ് ഈക്വൽ ടു 20, ദെൻ printf %di, ദെൻ ഐ മൈനസ് വീണ്ടും ഒന്ന് പ്രിൻറ്റ് ചെയ്യുക, printf %di. അപ്പോൾ ആദ്യം 20 എന്ന് കാണിക്കും, അതിനുശേഷം അതിൻ്റെ ഒരു വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്തുള്ള വാല്യൂവും കാണിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? അടുത്തതായിട്ട് നമുക്ക് ഈ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും രണ്ട് രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പ്രീ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ പ്രീ ഡിക്രിമെൻറ്റ്, മറ്റേത് പോസ്റ്റ് ഇൻക്രിമെൻറ്റ് ആൻഡ് പോസ്റ്റ് ഡിക്രിമെൻറ്റ്. നിങ്ങൾക്കറിയാം, നമ്മൾ രണ്ട് രീതിയിൽ ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എഴുതി. എങ്ങനെയൊക്കെയായിരുന്നു? പ്ലസ് എക്സും എക്സ് പ്ലസും. അപ്പോൾ പ്ലസ് എക്സ് എന്ന് പറയുന്നതിനകത്ത് പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ബിഫോർ ഐക്ക് മുൻപാണ്, പ്രീ ആയിട്ടാണ് നമ്മൾ പ്ലസ്സിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പ്രീ ഇൻക്രിമെൻറ്റ് എന്ന് വിളിക്കും. എക്സ് പ്ലസ് എന്ന് പറഞ്ഞു. അപ്പം പ്ലസിൻ്റെ സ്ഥാനം എവിടെയാണ്? പോസ്റ്റ്, ആഫ്റ്റർ എക്സ് ആണ് പ്ലസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ എന്ത് വിളിക്കും? പോസ്റ്റ് ഇൻക്രിമെൻറ്റ് എന്ന് വിളിക്കും. സെയിം പ്രീ ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ആരെങ്കിലും പറഞ്ഞേ? പ്രീ ഡിക്രിമെൻറ്റ് എന്തായിരിക്കും? മൈനസ് എക്സ്. പോസ്റ്റ് ഡിക്രിമെൻറ്റോ? അതെ, കറക്റ്റ്, ഐ അല്ലെങ്കിൽ എക്സ് പ്ലസ്. അതാണെന്ത്? പോസ്റ്റ്. ഞാനിപ്പോൾ പറഞ്ഞ പ്ലസ് എന്നാന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ പോസ്റ്റ് ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ്. അപ്പോൾ മൈനസ് എന്ന് പറയുന്ന സിമ്പിൾ വന്നിരിക്കുന്നത്
ആഫ്റ്ററാണ്. അപ്പോൾ അത് പോസ്റ്റ് ഡിക്രിമെൻറ്റ്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മനസ്സിലാക്കുക. ഈ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും വെച്ചിട്ടുള്ള പ്രോഗ്രാം എഴുതി അതിൻ്റെ വാല്യൂ ഔട്ട്പുട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അസൈൻമെൻറ്റിൽ അയച്ചു തരണം. ഓക്കെ, താങ്ക് യു.